ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ അല്ലേ? അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എക്സാം അടിപൊളിയാണ് അല്ലെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വന്നു എന്നൊക്കെ കുറേ പേര് സന്തോഷം അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ കുറേ പേര് വിചാരിച്ച പോലെ എഴുതാൻ പറ്റില്ല, കുറച്ചുകൂടെ നേരത്തെ പഠിക്കാമായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് പഠിച്ചുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, സ്പീഡിൽ എഴുതാൻ പറ്റില്ല, ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റില്ല എന്നൊക്കെ കുറേ മക്കൾ മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞു അല്ലേ? ആ പരീക്ഷ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഇനി നമുക്ക് എന്താലോചിക്കാം? ഇനി നമുക്ക് മുമ്പിൽ വരാനുള്ള പരീക്ഷയെക്കുറിച്ച്, നമ്മളുടെ പബ്ലിക് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നന്നായി പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിലും അല്ലേ, വേണ്ടത്ര രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തവരാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം? ഒരുപോലെ അല്ലേ, എന്തിനു വേണ്ടി എഫേർട്ട് എടുക്കണം? നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടി എഫേർട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞോടുകൂടി നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ അതിന് പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയമൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഫുൾ എന്ത് ചെയ്യണം? നമ്മുടെ പരീക്ഷയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഓക്കെ, കാരണം നമുക്ക് ഒരുപാട് ചാപ്റ്റർ ഉണ്ടാകും. ആദ്യം മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫൈനൽ എക്സാം അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുമ്പോൾ ക്രിസ്മസിന് നമ്മൾ കുറച്ച് ഭാഗമേ പഠിക്കേണ്ടായിരുന്നുള്ളൂ അല്ലേ, പഠിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഓണം എക്സാമിന് കുറച്ചേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫൈനൽ എക്സാമിന് എന്താണ്? ഇതെല്ലാം നമ്മൾ പഠിക്കണം അല്ലേ? അപ്പോൾ ആദ്യം മുതൽ ഫസ്റ്റ് ടേം മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ട ഒക്കെ സമയമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക അല്ലേ. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. എന്ന് ചോദിച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതിങ്ങനെ കൂട്ടി അവസാന മിനിറ്റിലേക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെയാണ് ഈ വെയിറ്റ് മുഴുവൻ എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് ആ വെയിറ്റ് ഇപ്പോൾ എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അവസാനത്തെ പരീക്ഷ എന്താണ്? വളരെ ഈസി ആയിട്ട് നമുക്ക് കടന്നുകൂടാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അല്ലേ, പരീക്ഷകൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പേടിയുള്ള കാര്യം തന്നെയാണ്. നമ്മളുടെ ജീവിതം നിർണ്ണയിക്കില്ല എന്നൊക്കെ നമ്മൾ പല ആളുകളും മോട്ടിവേഷനൊക്കെ തരുന്നൊക്കെ നമുക്ക് കാണാം. ഒരു പരീക്ഷയില്ലേ, തോക്കട്ടെ എന്നൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷേ അങ്ങനെ തോൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എന്താ സംഭവിക്കുക? ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടീച്ചർ പേടിപ്പിക്കുകയല്ല കേട്ടോ. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലുടനീളം എന്താണ്? നമ്മളെ സ്വാധീനിക്കാൻ പോകുന്ന പരീക്ഷ തന്നെയാണ് അല്ലെ. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതേണ്ട, പഠിക്കേണ്ട, അവന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന വെറുതെയാണ് അല്ലേ. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ എന്തിലുള്ളൂ? നമ്മളുടെ സിലബസിലുള്ളൂ അല്ലേ. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്ലാനോട് കൂടെ അല്ലേ, നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇരുന്ന് കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ A+ അല്ല ടീച്ചർ പറയണേ, എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങല്ലേ. ഇനിയിപ്പോൾ പുതിയ വർഷം ആവാൻ പോവുകയാണ് അല്ലേ. പുതിയ വർഷം, നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കാൻ പോകുന്ന വർഷമാണ്. നമ്മളുടെ ആദ്യമായി എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത് അല്ലേ, നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ ആ വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ എടുക്കണം അല്ലേ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കുറേ കാര്യങ്ങൾ, രാവിലെ എണീക്കണം, നന്നായിട്ട് പഠിക്കണം, എല്ലാ വർഷവും നമ്മൾ എടുക്കുന്ന കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യാം? നമ്മൾ നല്ല മാറ്റത്തിന് വേണ്ടി, നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ലൈഫിൽ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മളുടെ സ്വന്തമായിരിക്കണം. അതായത് വേറൊരാൾ ചെയ്യുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ എണീക്കുന്ന സമയം ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അല്ലേ, നമ്മൾ ഉറങ്ങുന്ന സമയം വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അല്ലേ, നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു അല്ലേ, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പഠിക്കുക അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് എല്ലാവരും നമ്മളോട് എന്താ പറയുക, പഠിക്കുക എന്നേ പറയാറുള്ളൂ. ഇങ്ങനെ പഠിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാമല്ലോ, ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് എന്ത് ചെയ്യണോ? നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിരിക്കും അല്ലേ, കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്കൊരു മനസ്സൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത് സൈലത്തിൻ്റെ എൻ ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ന്യൂ ഇയറിന് ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്. സൈലത്തിനെ കുറിച്ച് ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇനിയുള്ള എല്ലാ ദിവസവും എന്താണ്? നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവ് ക്ലാസ് ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ വീട്ടിൽ ഫോണൊന്നും ഇല്ല, ചില എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സുകൾ വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? അത് കാണാം, മാറ്റി വെക്കരുത്, അന്നേ ദിവസം തന്നെ കാണാം. ഇനി റിവിഷനുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ, എല്ലാ വിഷയത്തിൻ്റെ റിവിഷൻ കിട്ടുകയാണ് നമുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് പൈസയൊക്കെയാണെന്നുള്ളത്. അത്രയൊന്നും പൈസ ഇല്ല അല്ലേ. നമ്മളെന്താണ്
ഒരു കുപ്പായം വാങ്ങുന്ന പൈസ പോലും അതിനില്ല അല്ലെ. അത് ചിലപ്പോൾ ചിലർക്ക് വലിയ പൈസ ആയിരിക്കാം, എങ്കിലും എന്താണ് നമുക്ക് നല്ല മാറ്റത്തിന് വേണ്ടിയാണ്, നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ബാച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങുന്നതായിരിക്കും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യുക, നമുക്കൊരു സപ്പോർട്ടായിട്ട് അല്ലേ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ എപ്പോഴും എന്താണ് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നല്ലതാണ് നമുക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാലത്തുള്ള കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്, അലസതയാണ്. നാളെ പഠിക്കും, മറ്റന്നാ പഠിക്കുക, ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്കതൊക്കെ മറികടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നമുക്കുണ്ട് അല്ലേ. നമുക്ക് ഈ പഠിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും സ്ലൈഡുകൾ അല്ലെ, നോട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളതാണ്. അതേപോലെ PYQ ഡിസ്കഷൻ ഉണ്ട്, പോൾ അറ്റാക്ക് ഉണ്ട് അല്ലേ, ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് ചെയ്യും, മോഡൽ എക്സാംസ് ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഓരോ ചാപ്റ്ററും വളരെ എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് എന്താണ്, നമ്മുടെ ഫൈനൽ എക്സാമാണ്, പബ്ലിക് എക്സാമാണ്. അതിൽ നിന്ന് നമ്മളെ ഡിസ്കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ ഫുള്ളി എന്ത് ചെയ്യുക, അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി നാളെ മുതൽ എന്ത് ചെയ്യാൻ, ഇന്നായിക്കോട്ടെ അല്ലെ, ഇന്ന് മുതൽ നമ്മളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനിരിക്കുകയാണേ. എല്ലാവരും പഠിക്കില്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഓക്കെ പഠിക്കാനിരിക്കുമെന്നാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഓക്കെ അല്ലേ, തംസപ്പ് ഇടുമോ, അല്ലെങ്കിൽ പഠിക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് അല്ലേ, നമ്മളൊരു പുതിയ വർഷത്തിൽ എന്താ പുതിയ മനുഷ്യരൊക്കെ ആയിട്ട് നമ്മൾ മാറും. നല്ല റിസൾട്ട് അല്ലെ, നമ്മൾ നല്ല റിസൾട്ട് എന്ത് ചെയ്യും, വാങ്ങും എന്നുള്ളത് ആ ഒരു സാധനം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എന്താണ്, നമ്മൾ എന്താ റിസൾട്ട് വരുന്ന നമ്മളുടെ ആ ഒരു അല്ലേ ഇതുണ്ടല്ലോ, ആ സ്ക്രീനോ മിററൊക്കെ നമ്മളുടെ മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഫുൾ A+, എല്ലാത്തിലും ഫുൾ മാർക്ക് വാങ്ങുന്ന അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾക്ക് എന്താണ് പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ സെറ്റ് അല്ലേ, എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും. അതേപോലെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അല്ലേ, എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മലയാളത്തിലേക്ക് വരാം. മലയാളത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. എങ്കിലും അല്ലേ ലാസ്റ്റിലത്തെ ചോദ്യങ്ങളൊക്കെ എന്താണ്, പുതിയ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ലാസ്റ്റ് വന്ന 2 ചോദ്യങ്ങൾ 7 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളും എങ്ങനെയുള്ളതായിരുന്നു, മറ്റ് കവിതകൾ അല്ലെങ്കിൽ മറ്റ് കൃതികളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള 2 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. ഇത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു, ഇന്ന പാഠമൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ, നമുക്ക് പഠിക്കാനുള്ള പാഠമായതുകൊണ്ട് എന്താണ് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ Aയും Bയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി, ഊത്തക്കാലത്തും രക്ഷയില്ല. ഏതു പാഠമാണിടാ, നമ്മളുടെ ഏട്ടക്കൂരി എന്ന് പറയുന്ന പാഠഭാഗമാണ്. മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു വികസന സങ്കല്പത്തെയാണോ വികസനം എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലിലൂടെ തവളയുടെ പിന്നാലെ മീനുകൾ നീന്തി ശൂലാപ്പുകാവിന് മുമ്പിലെത്തി അല്ലെ. 2 മത്സ്യങ്ങൾ എന്ന കഥയും ഏട്ടക്കൂരി എന്ന കവിതയും വിശകലനം ചെയ്ത് സമഭാവനയുടെ പ്രകൃതി പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 2 മത്സ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പാഠഭാഗത്തിൻ്റെ അതേ ആശയത്തെ, മത്സ്യം തന്നെയാണ് അതിലും വരുന്നത് അല്ലേ, അതേ ആശയത്തെ എന്താണ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അല്ലേ, അതേ പറയുന്നത് കൊണ്ട് മേ ബി എന്ത് ചെയ്യാം, ആ പാഠഭാഗം കമ്പയർ ചെയ്യാൻ അല്ലെ, താരതമ്യപ്പെടുത്താൻ നമുക്ക് ചോദ്യം വരും എന്ന് ഒരുപാട് തവണ ടീച്ചർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അല്ലേ. മാത്രമല്ല എന്താണ്, ഈ ഒരു പാഠം നമ്മൾ പഠിച്ചതുമാണ്, 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കഥയാണല്ലോ 2 മത്സ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് നമ്മളോട് ചോദിക്കുന്ന ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്തു, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു 2 മത്സ്യങ്ങൾ, നമുക്കൊന്ന് ഓർത്തെടുത്താലോ. എന്തായിരുന്നു 2 മത്സ്യങ്ങളുടെ പ്രത്യേകത, നമുക്കൊന്ന് ഓർത്തെടുത്താലോ. എന്തായിരുന്നു പ്രത്യേകത, 2 മത്സ്യങ്ങൾ എന്ന് പറയുന്നത് അംബികാസുധൻ മാങ്ങാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലേ, ഉത്തരാധുനിക എഴുത്തുകാരനാണ്, ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്. അതിലുപരി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു അല്ലേ കോളേജിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത്, പ്രൊഫസറായിരുന്നു. ഒരുപാട് കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് അല്ലേ. അപ്പോൾ ഈ 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥയിൽ 2 മത്സ്യങ്ങളുടെ കഥയാണ് അല്ലെ. അഴകനും പൂവാലിയും അല്ലെ, അവർ ഭാര്യയും ഭർത്താവായിരുന്നു. അങ്ങനെ ശുദ്ധജലത്തിൽ മുട്ടയിടാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ശൂലാപ്പ് കാവിലേക്ക് അവർ നടത്തുന്ന അല്ലെ യാത്ര. ആ യാത്രയിലൂടെ നീളം അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രതിസന്ധികൾ അല്ലെ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കഥ ചർച്ച ചെയ്യുന്നത്. അവർ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികളൊക്കെ എന്താണ്, പുതിയ കാലത്തിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടെയാണ് അല്ലെ, പാരിസ്ഥിതിക പ്രശ്നങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഈ 2 മത്സ്യങ്ങൾ കടന്നു പോകുന്നതെന്നുള്ളതാണ് കേട്ടോ. അതായത് മനുഷ്യന്റെ ഇടപെടൽ പ്രകൃതിയെ
എത്രമാത്രം ഭീകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ കഥയിലൂടെ നീളം പറയുന്നത് അല്ലെ. മഴയുടെ അഭാവം, മീൻവേട്ടക്കാർ, ഓരോ വഴിയിലും എന്ത് ചെയ്യുന്നു, മീൻവേട്ടക്കാർ ഇങ്ങനെ ആയുധവുമായിട്ട് നിൽക്കുന്നതോ വളരെ കുഞ്ഞു മത്സ്യങ്ങളെ പോലും എന്താണ് കോർത്ത് കൊണ്ടുപോകുന്നതൊക്കെ കാണുന്നതൊക്കെ നമ്മൾ കഥയിൽ വായിച്ചു അല്ലെ. കാവിന്റെയും പുഴയുടെയും നാശം, മത്സ്യവംശത്തിന്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവുന്ന തരത്തിലുള്ള അല്ലെ, ആവാസ വ്യവസ്ഥ നഷ്ടമാവുന്ന തരത്തിലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം, പ്രകൃതി അത്രമേൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥ, അതേപോലെ ബുദ്ധസ്പർശനമേറ്റ് ചിരഞ്ജീവിയായി തീർന്ന തവളയാണ് പുതിയ ദർശനങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ആരെ കൊണ്ടുപോകുന്നത്, ഈ മത്സ്യങ്ങളെ വഴികാട്ടുന്നു അല്ലെ. അവർക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു നാളെയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ആരാണ്, തവള എന്ന് പറയുന്ന കഥാപാത്രമാണ് അല്ലെ. പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള നവോത്ഥാനത്തിനായി പുതിയ കിളിപ്പാട്ടുകൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കഥയിൽ പറയുന്നു അല്ലെ. കിളിപ്പെണ്ണിനോട് പോയിട്ട് എന്താണ് ഇങ്ങനെ സ്വന്തം വിഷമത്തിന്റെ മേലെ അടയിരിക്കാതെ പോയി അല്ലെ, എല്ലാവരോടും പറയൂ അല്ലെ, പാടൂ എന്ന് പറയുന്ന അല്ലെ കിളിയിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ സൂചന നമ്മൾ കണ്ടു അല്ലെ. പിന്നെ ദുഃഖത്തിന്റെ മേലെ അടയിരുന്നാൽ അതിജീവനം സാധ്യമാകില്ലെന്നും പ്രതീക്ഷയുടെ പുതിയ പാട്ടുകളിലൂടെ നഷ്ടപ്പെട്ടവ തിരിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും എന്ത് ചെയ്യണോ കഥ നമ്മളോട് അല്ലെ ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തവള നൽകുന്ന ഊർജ്ജത്തിൽ നിന്നും ജീവനെ കുളിരണിയിക്കാൻ അല്ലെ നിറയെ വെള്ളമുള്ള ഒരിടം നേടി പ്രതീക്ഷയോടുകൂടെ അഴകനും പൂവാലിയും അല്ലെ യാത്രയാവുന്ന കാഴ്ച നമുക്ക് കാണാം അല്ലെ. അതേപോലെ എല്ലാ ജീവികളും എന്താണ്, ഭൂമിയുടെ അവകാശികളാണ്. അത് മനുഷ്യന് മാത്രമുള്ളൊന്നുമല്ല, എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഭൂമി നിലനിൽക്കുന്നത് അല്ലെ. അല്ലാണ്ട് പ്രകൃതി ഇല്ലാതെ മനുഷ്യന് മാത്രം ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. മനുഷ്യനില്ലാതെ പ്രകൃതിക്ക് നിലനിൽക്കാം. പക്ഷെ തിരിച്ചാണ് നമ്മളുടെയൊക്കെ വിചാരം, നമ്മൾ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് അല്ലെ. എന്നാൽ നേരെ തിരിച്ചാണ്, പ്രകൃതി ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജൈവ ജീവിതത്തിനും ജീവജാല വൈവിധ്യത്തിനും ഏൽപ്പിക്കുന്ന പരിക്ക് എന്താണ്, ഏറെ ഗുരുതരമാണ്. വരും തലമുറയുടെ നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണികൾ മറികടക്കുന്നതിനായിട്ട് പുതിയ യാത്രകൾ നടത്തുന്ന പൂവാലിയുടെയും അല്ലെ അഴകിന്റെയും കഥയാണ് അംബികാസുധൻ മാങ്ങാടിന്റെ 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥ അല്ലെ. പരിസ്ഥിതി പ്രധാന വിഷയമായി വരുന്ന സമീപകാലത്തുണ്ടായ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കഥയുമാണ് ഇത് 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പുറത്തുള്ള ഒരു കൃതിയുമായിട്ട്, ഇതിപ്പോ നമ്മളോട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഏതാണ്, 2 മത്സ്യങ്ങളാണ്. ഇനി പക്ഷെ എന്താവണമെന്നില്ല, 2 മത്സ്യങ്ങളാവണമെന്നില്ല അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന കുറേ കഥകൾ ടീച്ചർ ക്ലാസ്സിലൊക്കെ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ വരും അല്ലെ. ഇപ്പൊ എൻ ഗെയിമിലൊക്കെ ടീച്ചർ എന്ത് ചെയ്യും, മറ്റു ഭൂമിയുടെ അവകാശികളുണ്ട്, ഒരുപാട് കൃതികൾ ചെറുകഥകളായും നോവലുകളായിട്ടും ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെ ചർച്ച ചെയ്യുന്ന കൃതികൾ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പരിചയപ്പെടണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് താരതമ്യം അല്ലെ ഇതേപോലെ 7 മാർക്കിന് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എഴുതാൻ പറ്റണ്ടേ. ഇപ്പോൾ 2 മത്സ്യങ്ങൾ നമുക്ക് അറിയാവുന്ന കൃതി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറേ വിശദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ഇനിയിപ്പോൾ അത് അറിയില്ലാത്ത കൃതിയാണെങ്കിലോ നമുക്കത് എഴുതാൻ പറ്റണമെന്നില്ല അല്ലെ. അതേപോലെ ഇപ്പം നമ്മൾ ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെ, ഏത് കഥയായിരുന്നു, ചിത്രകാരി എന്ന് പറയുന്ന കഥയെക്കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് KR മീരയുടെ ടീച്ചർക്ക് വയ്യായിരുന്നു, പരീക്ഷ കഴിഞ്ഞപ്പോൾ സൈഡായതാണ്, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ, സോറി കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിത്രകാരി എന്ന് പറയുന്ന കഥ പഠിച്ച സമയത്ത് അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കഥയെ കൂടെ നമ്മൾ പാഠപുസ്തകത്തിൽ നമ്മൾ കണ്ടില്ലേ, KR മീരയുടെ ഒരു കഥ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥ അല്ലെ. അപ്പോൾ ഇതേപോലെ എന്താണ്, നമുക്ക് പുറത്തുള്ള കൃതികളും നമ്മളോട് താരതമ്യപ്പെടുത്താൻ ചോദിക്കും. അപ്പം അതറിയാത്തൊരു കൃതി ആവാൻ പാടില്ല. നമുക്ക് അതുമായി എന്താണ് ബന്ധപ്പെടുന്ന കൃതികളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ റിവിഷൻ ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ചോദ്യം. അപ്പോൾ അത് ഏത് പാഠമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, ഏട്ടക്കൂരിയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി അല്ലെ, ഊത്തക്കാലത്തും രക്ഷയില്ല. അപ്പോൾ അതായിരുന്നു വരികൾ നമുക്ക് തന്നത്. 2 മത്സ്യങ്ങൾ എന്ന കഥയും ഏട്ടക്കൂരി എന്ന് പറയുന്ന കവിതയും വിശകലനം ചെയ്ത് സമഭാവനയുടെ പ്രകൃതി പാഠങ്ങൾ എന്ന വിഷയത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളോട് പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രഭാഷണത്തിന്റെ ഘടന എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് പ്രഭാഷണം എഴുതുക അല്ലെ, മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ സംവദിക്കുന്ന രീതിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഒരു അഭിസംബോധന വേണം. മാന്യരെ, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ എന്നൊക്കെ എന്ത് ചെയ്യണം, ഒരു അഭിസംബോധന വേണം. കാരണം ഇതൊക്കെ നമ്മൾ എഴുതുകയാണ് അല്ലേടാ. ഇതിപ്പോ നമ്മള് പ്രസംഗമായാലും ഉപന്യാസമായാലും ഇതൊക്കെ നമ്മൾ എഴുതുകയല്ലേ, നമ്മൾ പറയല്ലോ അടുത്ത ഉപന്യാസമാണ് നമ്മൾ പറയല്ലോ, നമ്മൾ എഴുതുകയല്ലേ ചെയ്യണേ. അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഭാഷ
ഘടന തന്നെയാണ് അതിനെ മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അല്ലെ. ഒരു കത്ത് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ കത്തിന്റെ ഫോർമാറ്റിലൂടെയാണ് അത് കത്താന്ന് മനസ്സിലാവുക. ആസ്വാദനക്കുറിപ്പാകുമ്പോൾ അതിന്റെ ഫോർമാറ്റിലൂടെയാണ് അല്ലെ. അല്ലാണ്ട് വലിയ അക്ഷരത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് ആസ്വാദനക്കുറിപ്പ് ആവണം എന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഘടന പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, ഈ അഭിസംബോധന കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ എന്താണ്, ഇതൊരു പ്രസംഗമായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രഭാഷണമായിരിക്കാം. അപ്പൊ പ്രസംഗവും പ്രഭാഷണവും ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക, അതിന്റെ ഉള്ളിലേക്ക് പിന്നീട് വായിച്ചു പോകുമ്പോഴാണ് അതിലേതാണെന്ന് നമുക്ക് പിന്നെയും മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ പ്രഭാഷണം ആവുന്ന സമയത്ത് എന്ത് ചെയ്യണു, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആഹ്വാനത്തിന്റെ അല്ലെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു നല്ല വ്യക്തമായിട്ടുള്ള പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം അല്ലെ. ഒരു പ്രതീക്ഷാസൂചകമായ രീതിയിലായിരിക്കണം നമ്മളുടെ പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇവിടെ ഏട്ടക്കൂരി എന്ന് പറയുന്ന കവിത അല്ലെ, അതിജീവനത്തിനായിട്ടുള്ള പെടാപ്പാടും പരിസ്ഥിതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നു കയറ്റത്തിന്റെ ഗൗരവാവസ്ഥയും പ്രമേയമായി വരുന്ന കവിതയാണ് ഇത് ഏട്ടക്കൂരി എന്ന് പറയുന്നത്. അപ്പൊ പ്രജനന കാലത്ത് പോലും രക്ഷയില്ലാത്ത അല്ലെ, പ്രജനന കാലത്ത് പോലും എന്താണ്, മുട്ടയിടുന്ന കാലത്ത് അല്ലെ, കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കേണ്ട ആ കാലത്ത് പോലും എന്താണ്, രക്ഷയില്ലാത്ത ഏട്ടക്കൂരി മത്സ്യങ്ങളുടെ അവസ്ഥയാണ് അല്ലെ. അവർക്ക് ആ സമയത്ത് പോലും എന്തില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്രയും പ്രകൃതി എന്താണ്, ചൂഷണം ചെയ്യുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. മനുഷ്യന്റെ ഇടപെടൽ മൂലം എന്ത് ചെയ്യണു, പ്രകൃതിയിലുള്ള ജീവജാലങ്ങളിലും ഒക്കെ വരുന്ന മാറ്റത്തെയും പ്രകൃതിയിൽ വരുന്ന മാറ്റത്തെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, കവിത ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഗോത്രവിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചും അല്ലെ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട് കവിത അല്ലെ. പ്രതീകാത്മകമായി ഏട്ടക്കൂരിയിലൂടെ ആരെ കുറിച്ചാണ് പറയുന്നത്, ഗോത്ര ജനതയുടെ ജീവിതത്തെക്കുറിച്ച് കൂടിയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഗോത്രവിഭാഗത്തിന്റെ അതിജീവനത്തിന്റെ കഥ കൂടിയായി ഏട്ടക്കൂരി എന്ന് പറയുന്ന കവിത മാറുകയാണ്. പിന്നെ രണ്ടു മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥയിൽ അല്ലെ, അംബികാസുധൻ മാങ്ങാടിന്റെ കഥയാണ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇവിടെ വികസനത്തിന്റെ പേരിൽ കാടും മേടും മലയും കുന്നും പുഴയും ഒക്കെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ അല്ലെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിലെ മുഖ്യമായ പ്രമേയം എന്ന് പറയുന്നത്. അതിജീവനത്തിന് വേണ്ടി അഴകനും പൂവാലും എന്ത് ചെയ്യാണ്, ശൂലാപ്പ് കാവിൽ മുട്ടയിടാൻ വേണ്ടി പോവാണ്. ആ യാത്രയിലൂടെ നീളം അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് അല്ലെ. മനുഷ്യൻ പ്രകൃതിക്ക് മേലെ ഏൽപ്പിക്കുന്ന ആ ചൂഷണ ഭാഗമായിട്ട് എന്ത് ചെയ്യണു, ആ കുഞ്ഞു മത്സ്യങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നേരിടേണ്ടി വരുന്ന ഈ ഒരു പ്രതിസന്ധികളെയാണ് കഥ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പുതിയ തലമുറയെ സംരക്ഷിക്കാനുള്ള ശുദ്ധജലം തേടിയിട്ടായിരുന്നു അവർ പോകുന്നത്. ഒടുവിൽ അവിടെ എത്തുമ്പോൾ അവരെന്താ കാണുന്നത്, അത് മുഴുവൻ കോൺക്രീറ്റ് ആക്കി മാറ്റിയില്ലേ, അവിടെയുള്ള കുളവും ഇല്ല അല്ലെ, ശൂലാപ്പ് കാവും ഇല്ല, എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, വെട്ടി നശിപ്പിക്കപ്പെട്ട അവസ്ഥയാണ് അല്ലെ. പിന്നെ ഇവിടെ ഭൂമിയുടെ ചോര പോലെ എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ കണ്ടു. അതെന്തിനാണ് പറയുന്നത്, ഇവിടെ മെലിഞ്ഞൊഴുകുന്ന പുഴകളുടെ അല്ലെ അവസ്ഥയാണ്. പുഴ ഇല്ലാതായിക്കൊണ്ടിരിക്കുക, അന്ത്യം അല്ലെ, അതിന്റെ പുഴയുടെ എന്താ പറയാ അവസാനത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പോൾ ഈ മണല് വാരല്, പുഴക്കല്ലുവാർ, ഇങ്ങനെ പല വിധത്തിലും എന്ത് ചെയ്യാണ്, മനുഷ്യൻ ഇങ്ങനെ പ്രകൃതിയെ ഇല്ലേ കൊന്നു കളഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രകൃതിയൊക്കെ മനുഷ്യന്റെ ഈ പറയുന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് പ്രകൃതിക്ക് മേലെ കടന്നു കയറി പ്രകൃതിയെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നെർച്ചാലിലൂടെ എന്ന് പറയുന്ന പ്രയോഗം അല്ലെ. അപ്പൊ അത്രമാത്രം എന്ത് ചെയ്തിരിക്കണു, മാലിന്യം നിക്ഷേപിച്ചിട്ടും അല്ലെ, കുന്നുമല ഇടിച്ചു നിരത്തി വയലുകൾ നിരപ്പാക്കി പുഴയും അല്ലെ എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്, നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, എല്ലാം മലിനമാക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പുതിയ കാലത്ത്. അപ്പൊ പ്രകൃതിയെ അല്ലെ, മനുഷ്യന്റെ അത്യാഗ്രഹങ്ങൾ എന്താണ്, ജൈവ വൈവിധ്യത്തിന് മാത്രമല്ല അല്ലെ, ഭൂമിയില് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ എന്ത് ചെയ്യണു, ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വികസനങ്ങള് മുന്നോട്ട് പോകേണ്ടത് അല്ലെ. ജൈവ വൈവിധ്യത്തെ ഒക്കെ എന്താണ് സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മളുടെ വികസനം മുന്നോട്ട് പോകേണ്ടതെന്ന് പറയാണ്. അപ്പൊ മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല ഒന്നാണ് എന്ന ആ ഒരു സമഭാവനയുടെ സന്ദേശം അല്ലെങ്കിൽ പ്രകൃതി പാഠങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഉണ്ടാവേണ്ടത്. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു പ്രഭാഷണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെയായിരുന്നു മക്കൾ എഴുതിയത്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ടാവാം, എഴുതിയിട്ടില്ലായിരിക്കാം, ഒന്നും നമ്മളെ വിഷയമല്ല. പക്ഷെ ഇനി നമ്മളുടെ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കഥയും ഓർമ്മ വന്നല്ലോ, ഓൾറെഡി പഠിച്ച കഥയാണ്. അപ്പോൾ രണ്ട് മത്സ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? യെസ്. ഇനി നമ്മളുടെ അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നമ്മളുടെ അവസാനത്തെ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു, 12B അല്ലെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അക്കാലത്ത് ഒരു ആറ്റം ബോംബായിരുന്നു അല്ലെ. നമ്മളുടെ പാഠഭാഗത്ത് പറയുന്നതാണ്, ഒരു സമുദായത്തെ സ്വന്തം അധപതനത്തിനുള്ള കാരണങ്ങളിലേക്ക് ഹഠാത് ആകർഷിച്ച് സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീട്ടിൽ നിർവഹിച്ച ദുഷ്കര കൃത്യം അല്ലെ. ചരിത്രം രചിച്ച നാടകത്തിന്റെ അവതാരികയിൽ കെ കേളപ്പൻ നാടകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നാടിനകം നാടകം, നാട് നാഗമാക്കുന്നതേ നാടകം അല്ലെ. കുഞ്ഞുണ്ണി എഴുതിയതാണ്. നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം എന്നുള്ള അർത്ഥമാണ്.
മുകളിൽ നൽകിയ നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് നവകേരള സൃഷ്ടിയിൽ നാടകത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. രണ്ടും നല്ല ചോദ്യമായിരുന്നു. 7 മാർക്കിന് 2 ചോദ്യങ്ങൾ ഗടാഗടിയും ചോദ്യങ്ങളായിരുന്നു അല്ലെ. എന്താണ്, ഒന്നൊരു ഉപന്യാസം, ഒന്നൊരു പ്രഭാഷണമാണ്. അപ്പൊ രണ്ടിനും ഘടന എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എന്താണ്, ഇങ്ങനെ തല്ലി പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഉപന്യാസം എന്താണ്, പ്രഭാഷണം എന്താണ് ആസ്വാദനം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്ന വളരെ ക്രിയേറ്റീവായിട്ട് ആകർഷകമായി നമ്മൾ എഴുതുന്നൊരു ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുക. ഇതിനൊരു 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇതിന്റെ ഘടനയ്ക്ക് ആമുഖം ഉണ്ടാവണം, പ്രതിപാദ്യം ഉണ്ടാവണം, ഉപസംഹാരം ഉണ്ടാവണം. ഈ ആമുഖത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്താണ് വിഷയമെന്നും. ഇപ്പൊ എന്താ വിഷയം, ഈ നാടകത്തിന്റെ പങ്കാണ്. എവിടെയുള്ള പങ്കാ ചോദിക്കണേ, എന്താണ്, നവകേരള സൃഷ്ടിയിൽ നാടകത്തിന്റെ പങ്ക്. ആ വിഷയത്തിലാണ് നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി വിഷയം കിട്ടിയല്ലോ. അപ്പോൾ അതാണ് നമ്മൾ തലക്കെട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ശീർഷക നിർബന്ധമാണ്. പിന്നെ ഈ വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആമുഖത്തിൽ എഴുതേണ്ടത്. അതേപോലെ പാഠവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണം. സ്വഭാവമായിട്ട് പാഠവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ഏത് പാഠമായിട്ടാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലേ, നമ്മുടെ നാടകം, ചരിത്രം രചിച്ച നാടകമായിട്ട് ബന്ധമുള്ളതാണ് അല്ലേ. അപ്പോൾ അതും കൂടെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതണം. പിന്നെ പ്രതിപാദ്യമാണ്, അതായത് വിഷയ വിശകലനം. എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം, ആ വിഷയത്തെ പല ഉപവിഷയങ്ങളായി നമുക്ക് ഖണ്ഡിക പാരഗ്രാഫ് തിരിച്ച് അതിനെ ഒരുപാട് ഭാഗമായിട്ട് നമ്മൾ എഴുതില്ലേ, അതിനെയാണ് വിഷയ വിശകലനം എന്ന് പറയുന്നത്. അതിൽ വേണമെങ്കിൽ നമുക്ക് കവിവാക്യങ്ങൾ, കവിതയിലുള്ള വരികൾ കൊണ്ടുവരാം. ഇതൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇതൊക്കെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ വേണമെങ്കിൽ ഇൻവെർട്ടഡ് കൊമയിലൊക്കെ നമുക്ക് എഴുതാം അല്ലെ. എഴുതി വരുന്ന ഭാഗത്ത് അല്ലെ മാച്ച് കുത്തി കൊള്ളിച്ച് അത് എഴുതണമല്ലോ എന്ന് വിചാരിച്ച് എഴുതരുത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കൊടുക്കാം. വേറെ ഏതെങ്കിലും കവികൾ എഴുതിയിരിക്കുന്ന വരികളാവാം, കോട്സുകളാവാം, ശൈലികൾ എഴുതാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപന്യാസത്തിൽ എഴുതാം. ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉപസംഹാരമാണ്. ആ ഉപസംഹാരത്തിൽ നമ്മൾക്ക് ആ വിഷയത്തെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് എഴുതണം. അതേപോലെ തന്നെ എന്താണ്, അത് ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു നിഗമനമായിരിക്കണം അല്ലെ. ഒരു എന്താ പറയുക, ശുഭ ചിന്ത നമുക്കിലേക്ക് തരുന്ന, ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഉപസംഹാരം നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങൾ എന്തിനുണ്ടായിരിക്കണം, എന്തിനുണ്ടായിരിക്കണം, ഉപന്യാസത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. നവകേരള സൃഷ്ടിയിൽ നാടകത്തിന്റെ പങ്കാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ തലക്കെട്ട് നമുക്ക് അത് തന്നെ കൊടുക്കാം. എന്തായിരുന്നു തലക്കെട്ട്, എന്തായിരുന്നടാ തലക്കെട്ട്, നമുക്ക് അത് തന്നെ കൊടുക്കാടാ. അതെങ്ങനെ കൊടുക്കുക, അപ്പോ നവകേരള സൃഷ്ടിയിൽ നാടകത്തിന്റെ പങ്ക് അല്ലെ. അപ്പൊ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തലക്കെട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം അല്ലെ, അതൊരു ആറ്റും ബോംബാണ് എന്നാണ് ആര് പറയുന്നത്, പൊതുവെ ആളുകൾ അല്ലെ. നമ്മളുടെ എഴുത്തുകാരൻ കെ കേളപ്പൻ അതിനെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്. കാരണം എന്താണ്, ആറ്റും ബോംബിന്റെ പ്രത്യേകത എന്താണ്, അത് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണെന്നുള്ളതാണ്. എവിടെ, നമ്പൂതിരി സമുദായത്തിനുള്ളിൽ. നമ്മളത് പഠിച്ചു അല്ലെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ കൃതി പഠിച്ചാണ്. കാരണം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നമ്പൂതിരി സമുദായത്തിന്റെ ഉള്ളിലുള്ള ജീവിതങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ നാടകത്തിലൂടെ അല്ലെ പുറത്ത് കൊണ്ടുവരുന്നതും അല്ലെ. ആ സമുദായത്തെ പരിഷ്കരിക്കാൻ വേണ്ടി അല്ലെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യനാണ് വീട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കൃതി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ആറ്റം ബോംബ് കണക്കെ ആ സമുദായത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് വിദഗ്ധനായിട്ടുള്ള ഒരു വൈദ്യനെ പോലെ എന്താണ് വീട്ടി എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, മരുന്ന് കൊടുക്കുകയാണ്, വൈദ്യന്റെ രോഗം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യാധി, അസുഖമായിരുന്നു എന്ത്, ഈ പറയുന്ന ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്ന സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെ, വിധവ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് വീട്ടിയാണ് അല്ലെ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, സ്ത്രീകൾ ബഹുഭാരിത്വം അല്ലെ, ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ ആൾക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതേപോലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, സംസ്കൃതം വേദപഠനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ സംബന്ധം കൂടി അല്ലെ ജീവിക്കേണ്ടി വന്നവരായിരുന്നു. ഇങ്ങനെ എല്ലാ ആളുകളും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പ്രശ്നം അനുഭവിച്ചിരുന്നു അല്ലെ. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, ചോദ്യം ചെയ്യുകയും ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആരാണ്, വീട്ടിയാണ്. അപ്പോൾ ആ സമുദായത്തിലുള്ള അടിമുടി മാറ്റത്തെയാണ് എന്ത് ചെയ്തത്, ഈ ഒരു നാടകത്തിലൂടെ കൊണ്ടുവന്നതെന്നുള്ളതാണ് കേട്ടോ. പിന്നെ വീട്ടിയുടെ നാടകം ഉണ്ടായിട്ടുള്ള സാമുദായിക നവീകരണത്തെക്കുറിച്ച് ഈ പോയിന്റുകളൊക്കെ നമ്മൾ വിശദീകരിച്ച് എഴുതണം. പിന്നെ ആദ്യകാല നാടകങ്ങൾ നവോത്ഥാന നിർമ്മിതിയിൽ വഹിച്ച പങ്ക്. അപ്പോൾ ആദ്യകാല നാടകങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ, ഋതുമതി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറക്കുടക്കുള്ളിലെ മഹാനരകം പഠിച്ചിട്ടുണ്ട്, വേറെയും കുറെ കൃതികൾ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ. അപ്പോൾ അത്തരം കൃതികളൊക്കെ എന്താണ്, വെറുതെ അല്ല അതൊക്കെ പഠിപ്പിക്കണേ, നമ്മൾ വെറുതെ അല്ല അത് പഠിക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ. അതായത് ആ കാലത്തുണ്ടായ യോഗക്ഷേമ നാടകങ്ങളെ കുറിച്ച്, സാമൂഹ്യ നാടകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. രാഷ്ട്രീയ നാടകങ്ങൾ, പാട്ടബാക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഈ നാടകങ്ങളൊക്കെ എന്താണ്,
എല്ലാ നാടകങ്ങളും ആ കാലത്തുണ്ടായിരുന്ന ഈ പറയുന്ന സാഹിത്യകൃതികളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള അല്ലെ നവോത്ഥാന കൃതികളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും അല്ലെ, കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1-2 കൃതികളൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ആൻസർ ഷീറ്റൊക്കെ നോക്കുന്ന സമയത്ത് അധ്യാപകൻ എന്ത് ചെയ്യും, ടീച്ചർക്ക് എന്താണ് ഭയങ്കര ഒരു സന്തോഷം, കുട്ടിക്ക് അറിയാം അല്ലെ, കുറേ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു സാധനം നമ്മളെ കുറിച്ച് വരും അല്ലെ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ആ കൃതികളൊക്കെ പഠിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃതി, ഒരു കാലത്ത് എഴുതിയ കൃതി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതുമായി ചേർന്ന കൃതികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ അങ്ങനെയാണ് പഠനം പൂർത്തിയാവുള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെന്താണ്, ജാതീയമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അടിച്ചമർത്തലുകൾ, ഇവയൊക്കെ നാടകത്തിലൂടെ അവതരിപ്പിച്ച രീതി അല്ലെ സാമൂഹ്യ പരിഷ്കരണം നിർവഹിച്ചു. പഠിക്കാനും ചിന്തിക്കാനും അവകാശവും സൗകര്യം ഇല്ലാതിരുന്ന നമ്പൂതിരി സമുദായത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉള്ളിൽ എന്താണ് ഒരു വെളിച്ചം എന്നുള്ള രീതിയിലേക്ക് കടന്നു വന്ന കൃതി കൂടെയാണ്. നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചിട്ടുള്ള കൃതിയാണ്. പിന്നെ നാടകം ഒരു നവലോക സൃഷ്ടിക്കായിട്ട് എന്താണ് അരങ്ങുവാണ കാലം കൂടിയാണ് അല്ലെ. നവകേരള സൃഷ്ടിയിൽ നാടകത്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ട നമ്മളുടെ നിരീക്ഷണങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചോദ്യത്തെ അല്ലെ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്, ഉപന്യാസം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ അല്ലെ, നവോത്ഥാന കേരളത്തെ, അതായത് എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ എന്താണ് ഈ പറയുന്ന നാടകങ്ങൾക്ക്, ആ കാലത്തുണ്ടായിരുന്ന ആ നാടകങ്ങളൊക്കെ എന്താണ് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഇനി വരുന്ന അല്ലെ നമ്മുടെ പബ്ലിക് എക്സാമിനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ ഘടന നമ്മൾ പഠിക്കണം അല്ലെ. മറ്റ് കൃതികളെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വെറുതെ പാഠം പഠിച്ചു പോകുക എന്നുള്ളതല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ. ആദ്യത്തെ പരീക്ഷയാണ് ടെക്സ്റ്റ് മാറിയതിന് ശേഷമുള്ള അല്ലെ. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ചോദിക്കുന്നത്, ഓരോ പരീക്ഷയും മാറി. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ എക്സാമിന് എത്ര 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 2 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നു. നമ്മുടെ ആദ്യത്തെ എക്സാമിന് ഒരു 7 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ അല്ലെ. ഫൈനൽ എക്സാമിന് എന്ത് ചെയ്യും, അതിന്റെ ഘടനയിൽ മാറ്റം വരുമോ, ചോദ്യങ്ങൾ മാറ്റം ഉണ്ടോ, ഇതൊന്നും നമുക്ക് അറിയില്ല അല്ലെ. നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷയാണ്, ഞങ്ങളും ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം എന്താണ്, ഇതിനു മുമ്പ് മാതൃകളൊന്നുമില്ല, നമ്മുടെ ടെക്സ്റ്റ് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ അല്ലെ ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ യോഗക്ഷേമ നാടകങ്ങളെക്കുറിച്ച്, മറ്റ് നാടകങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഋതുമതി എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ചൊന്നും സാധാരണ നമ്മൾ പഠിക്കില്ല അല്ലേ, കാരണം നമുക്ക് പഠിക്കാനുള്ളത് മാത്രമേ പഠിക്കുള്ളൂ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പോരാ, ചിലപ്പോൾ താരതമ്യമായിട്ടും കമ്പയർ ചെയ്യാനായിട്ടും ഒക്കെ നമ്മളോട് ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന കൃതികളെ ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ നീളം പഠിച്ചു വന്നിട്ടുള്ളത് അല്ലടാ. അപ്പോൾ ഇനിയും എന്ത് ചെയ്യണം, റിവിഷൻ ക്ലാസ്സുകളിൽ നമുക്ക് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പോയിന്റുകൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ എന്തായാലും അല്ലേ, പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഇത്രയും കാലമായിട്ട് നമ്മൾ അല്ലേ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ സമാധാനമായിട്ടിരുന്ന് പഠിക്കാനുള്ള മനസ്സുണ്ടാക്കുക. നമ്മൾ പഠിക്കും, വാങ്ങും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാക്കുക. എൻ ഗെയിമിനെ കുറിച്ച് മറന്നു പോകണ്ട. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങൾ അതിനെ കാണുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാമല്ലോ അല്ലേ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു പാഠം, ചോദ്യങ്ങൾ, ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യുക, മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അല്ലേ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബൈ.